അറബിക്കടലിൽ യുദ്ധഭീതി പരത്തി അമേരിക്കയും ഇറാനും നേർക്കുനേർ. അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമിട്ടെത്തിയ ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചു. മേഖലയിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിലാണ് ഈ നിർണായക സംഭവം. അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ വമ്പൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ, ഈ കപ്പലിനെതിരെയാണ് ഇറാന്റെ ഈ ഒരു സൈനിക ഡ്രോൺ നീക്കം ഉണ്ടായത്. കപ്പലിന് നേരെ അതിവേഗം പാഞ്ഞെടുത്ത ഷഹേദ് 139 എന്ന ഇറാനിയൻ ഡ്രോൺ US നാവികസേന തകർത്തെറിഞ്ഞു. കപ്പലിൽ നിന്ന് കുതിച്ചുയർന്ന അത്യാധുനിക യുദ്ധവിമാനമായ F-35C ഉപയോഗിച്ചാണ് അമേരിക്ക ഡ്രോണിനെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ചത്. ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് ഏകദേശം 500 മൈൽ അകലെ വെച്ചാണ് സംഭവം നടന്നത്. ഡ്രോൺ വ്യക്തമല്ലാത്ത ഉദ്ദേശത്തോടെ വളരെ അക്രമോത്സുകമായിട്ടാണ് കപ്പലിനെ സമീപിച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അറിയിച്ചു. അമേരിക്കൻ സേന നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച ഡ്രോൺ കപ്പലിനും അതിലെ സൈനികർക്കും ഭീഷണിയായെന്ന് കണ്ടതോടെയാണ് വെടിവെച്ചിട്ടത്. നടപടിയെക്കുറിച്ച് വൈറ്റ് ഹൗസും ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഏറ്റുമുട്ടൽ. കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ കപ്പൽപ്പട ഇറാനിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് മധ്യപൂർവേഷ്യയിൽ USS എബ്രഹാം ലിങ്കൺ വിന്യസിക്കപ്പെട്ടത്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമാക്കിയ നടപടിയിൽ ഇറാൻ കടുത്ത അതൃപ്തിയിലാണ്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിലും സമാനമായിട്ടുള്ള സംഘർഷാവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു US എണ്ണ ടാങ്കറിനെ തടയാൻ ഇറാനിയൻ ഗൺബോട്ടുകൾ ശ്രമിച്ചതായാണ് വിവരം. 6ഓളം ഇറാനിയൻ ബോട്ടുകൾ ടാങ്കറിനെ വളയുകയും എഞ്ചിൻ ഓഫാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ടാങ്കർ വേഗത കൂട്ടി രക്ഷപ്പെടുകയും പിന്നീട് US യുദ്ധക്കപ്പലിന്റെ സുരക്ഷയിൽ യാത്ര തുടരുകയുമായിരുന്നു. നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ തേടുന്നതിനിടയിലാണ് സൈനിക നീക്കങ്ങൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നയതന്ത്രം വിജയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പാലിക്കപ്പെടണമെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് ഇതിനോട് പ്രതികരിച്ചത്. എന്നാൽ ഈ സംഭവത്തോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ചുരുക്കത്തിൽ ചർച്ചകൾക്ക് കളമൊരുങ്ങും മുൻപേ അറബിക്കടലിൽ പുകയുന്ന ഈ വെടിമരുന്നിന്റെ ഗന്ധം ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.